നമസ്കാരം. ട്രെയിനിംഗ് നവ് ആരംഭിക്കുന്നു. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റ് തടഞ്ഞ ഇടക്കാല ഉത്തരവ് തുടരും. ബലാത്സംഗ കേസിൽ മുൻകൂർ ജാമ്യ ഹർജി വ്യാഴാഴ്ച പരിഗണിക്കും. രണ്ടാമത്തെ കേസിൽ അപ്പീൽ പരിഗണിക്കുക ക്രിസ്മസ് അവധിക്ക് ശേഷം. കണ്ണൂർ ഇരിട്ടി വട്ടക്കായത്ത് BJP പ്രവർത്തകരായ ദമ്പതികളെ വീട്ടിൽ കയറി ആക്രമിച്ച് CPM-കാർ. കണ്ണൂർ പാനൂർ അക്കാനിശ്ശേരിയിൽ RSS പ്രവർത്തകർക്ക് നേരെ CPM അക്രമം. പാനൂരിൽ വടിവാൾ സംഘം അക്രമം നടത്തിയ സംഭവത്തിൽ 5 CPM പ്രവർത്തകർ അറസ്റ്റിൽ. ഇരിങ്ങാലക്കുടയിൽ BJP പ്രവർത്തകന് കുത്തേറ്റു. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ കൂടുതൽ നടപടികൾ. ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും മുരാരി ബാബുവിനെയും കസ്റ്റഡിയിൽ വിട്ടു. മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാറിന്റെ ജാമ്യാപേക്ഷ കോടതി തള്ളി. CBI അന്വേഷണം ആവശ്യപ്പെട്ട് പാർലമെന്റിൽ പ്രതിഷേധവുമായി UDF. കുതിച്ചുപൊങ്ങി സ്വർണ്ണവില 600 രൂപ വർദ്ധിച്ച പവന് 98,800 രൂപയായി. 1 ഗ്രാം സ്വർണത്തിന് നിരക്ക് 12,350 രൂപ. ഇന്ത്യൻ രൂപയുടെ മൂല്യം കുത്തനെ ഇടിയുന്നതാണ് സ്വർണ്ണവില കുതിക്കാൻ ഒരു കാരണമെന്ന് വിദഗ്ധർ. കുഞ്ഞുമുഹമ്മദിനെതിരായ ലൈംഗികാതിക്രമ പരാതിയിൽ കഴമ്പുണ്ടെന്ന് പോലീസ്. CCTV ദൃശ്യങ്ങൾ തെളിവെന്ന് കണ്ടെത്തൽ. അന്വേഷണ റിപ്പോർട്ട് തിരുവനന്തപുരം സെഷൻസ് കോടതിയിൽ സമർപ്പിച്ചു. മുൻകൂർ ജാമ്യം തേടി സംവിധായകൻ. എറണാകുളത്തപ്പൻ ക്ഷേത്രത്തിൽ നടൻ ദിലീപ് പങ്കെടുക്കാനിരുന്ന പരിപാടി മാറ്റിവെച്ചു. വ്യാപക പ്രതിഷേധത്തെ തുടർന്ന് തീരുമാനം. നാളെ നടത്താനിരുന്ന പരിപാടി മാറ്റി. ദിലീപിനെ പരിപാടിയുടെ ഭാഗമാക്കി പോസ്റ്റർ ഇറക്കിയത് വൻ വിവാദമായിരുന്നു. വിശദമായ റിപ്പോർട്ടുകൾ നോക്കാം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDF-നേറ്റ കനത്ത തിരിച്ചടിക്ക് പിന്നാലെ കേരള കോൺഗ്രസ് UDF-ലേക്ക് തിരികെ പോയേക്കുമെന്ന തരത്തിൽ ചർച്ചകൾ പുരോഗമിക്കുകയാണ്. തെരഞ്ഞെടുപ്പിൽ കോട്ടയത്തും ഇടുക്കിയിലും ബാഡി ഗ്രൂപ്പിന് വലിയ ക്ഷീണമുണ്ടായി. UDF വിട്ടവർ തിരിച്ചു വരണമെന്ന KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിന്റെ അഭിപ്രായത്തിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഈ ചർച്ചകൾ. അതേസമയം ഇത്തവണ നില മെച്ചപ്പെടുത്തിയ കേരള കോൺഗ്രസ് ജോസഫ് ഭാഗം ഇതിനെ ശക്തമായി എതിർക്കുന്നുണ്ട്. ചർച്ചയ്ക്ക് പോകുന്നുണ്ടോ? ഇടതുപക്ഷത്തേക്ക് അവർക്ക് വോട്ട് രക്ഷ കിട്ടിയില്ല എന്നാണോ ഈ തെരഞ്ഞെടുപ്പ് തെളിയിക്കുന്നത്? അവർ പ്രതികരിക്കുന്നില്ല. ഈ സ്വർണ്ണപ്പാളയം പോയിട്ട് വരും. അതുകൊണ്ട് മൂന്ന് സാക്ഷികളായി നിൽക്കുന്നു. അഴിമതി പിന്തുണയ്ക്കുന്ന നിലപാടാണോ കേരള കോൺഗ്രസ് എന്തിനുള്ളത്? പ്രതികരണമില്ല. അത് നിസ്സഹായത കൊണ്ടാണ് അവർക്ക് അവിടെ. കാരണം ഇടതുപക്ഷത്തെ ഒരു ഘടകകക്ഷിയാണ്. അവിടെ ഒരു പ്രസക്തിയില്ല. ആ ഒരു പശ്ചാത്തലത്തിലാണോ KPCC പ്രസിഡന്റ് മടങ്ങിയത്? KPCC പ്രസിഡന്റ് സീരിയസ് ആയിട്ട് ഈ വലിയ മുന്നേറ്റമുള്ളതും മുന്നേറ്റം കിട്ടാൻ അവർ പറയുന്നില്ല. അവിടെ ഒരു പ്രസക്തിയില്ല. അത് ഈ വാഗ്ദാനം ഇടുക്കി പാക്കേജ് 15,000 രൂപ എത്രയാണ് പോകുന്നത്? 56 കോടിയുടെ AS കൊടുത്തു. 20,000 അപ്പം അത് എല്ലാം പൂർത്തിയായി എന്ന് പറഞ്ഞാൽ അന്ന് പ്രതികരിക്കേണ്ടത്. അതുകൊണ്ട് തിരിച്ചടിയാണ്. കട്ടപ്പനയിൽ 9 പഞ്ചായത്തുകളിലോട്ട്. വിനോകൃഷ്ണൻ ചെയ്യുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ബിനോയ്, കഴിഞ്ഞ ദിവസമുണ്ടായ ഈ കനത്ത തോൽവി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ്. ഗ്രാമപഞ്ചായത്ത് തലത്തിലൊക്കെ LDF-ന് വലിയൊരു തിരിച്ചടി തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോഴിതാ കേരള കോൺഗ്രസ് മാണി വിഭാഗം UDF-ലേക്കൊക്കെ തിരികെ പോയേക്കുമെന്ന തരത്തിലൊക്കെ ചർച്ചകളൊക്കെ തന്നെ പുരോഗമിക്കുകയാണ്. അതേസമയം തന്നെയാണ് തിരിച്ച് എങ്ങനെ UDF-ൽ നിന്ന് വിട്ടുപോയവരൊക്കെ തന്നെയും തിരിച്ചു വരണമെന്ന് KPCC അധ്യക്ഷൻ ഒരു തുറന്ന ക്ഷണവും നൽകുന്നത്. എന്താണ് ഇപ്പോൾ നിലവിൽ പുകഞ്ഞുകൊണ്ടിരിക്കുന്നത്? നിലവിൽ ഈ ക്ഷണം
കേരള കോൺഗ്രസ് മാണി വിഭാഗം എടുത്തിട്ടുണ്ടോ? മേഘ, മധ്യ കേരളത്തിൽ കേരള കോൺഗ്രസുകൾ ഒരു ശക്തിയാണ്. ഏതെങ്കിലും ഒരു മുന്നണിക്കൊപ്പം നിന്നാൽ ആ ശക്തി തെളിയിക്കാൻ അവർക്ക് പലപ്പോഴും സാധിച്ചിട്ടുണ്ട്. കേരള കോൺഗ്രസ് മാണി വിഭാഗം ഒരു പ്രബല ഗ്രൂപ്പാണ് എന്നുള്ളത് നമുക്കറിയാം. ഏറെക്കാലം UDF-നൊപ്പം ഉണ്ടായിരുന്ന UDF-ൽ തന്നെ ഉണ്ടായിരുന്ന KM മാണി, അതിനുശേഷം മാണിയെ എതിർത്ത LDF മുന്നണിയുടെ ഭാഗമായി CPM നേതൃത്വം നൽകുന്ന മുന്നണിയിലേക്ക് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തെ തെളിച്ചു കൊണ്ടുവന്ന ജോസ് കെ മാണി, മാണിയുടെ മകൻ കെട്ടിയപ്പോൾ വലിയ വിമർശനങ്ങളാണ് ഉയർന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലും മാണി വിഭാഗം മികച്ച പ്രകടനമാണ് LDF-ന് വേണ്ടി കാഴ്ചവെച്ചതും. ഒരു തുടർഭരണത്തിനൊക്കെ വഴിയൊരുക്കുന്ന തരത്തിൽ മധ്യ കേരളത്തിൽ ഒരു ശക്തിയായി KM മാണി ഉണ്ടായിരുന്നു. പക്ഷേ കാര്യങ്ങൾ നിലവിൽ അത്ര ഭദ്രമല്ല കേരള കോൺഗ്രസ് മാണി വിഭാഗത്തെ സംബന്ധിച്ച്. കഴിഞ്ഞ തവണത്തെ മികച്ച പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിൽ വളരെ ഉദാരമായ സമീപനം ഈ സീറ്റ് നൽകലിൽ പോലും ഉണ്ടായിരുന്നു. കൂടുതൽ സീറ്റുകൾ ഇത്തവണ കൊടുത്തിരുന്നു. പക്ഷെ അതൊന്നും ഇത്തവണ ഫലം കണ്ടില്ല. നമുക്കറിയാം, ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് PJ ജോസഫ്, കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ നേതാവ് PJ ജോസഫ് ഒരു വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു, തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ, തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ 2 കൊഴിയും എന്നല്ല കരിയും എന്ന്, ഈ 2 വാക്കുകളും പറഞ്ഞിരുന്നു. അത് ഏതാണ്ട് ഫലിച്ചതുപോലെയാണ് നിലവിലുള്ള സ്ഥിതി. ഇപ്പോ കേരള കോൺഗ്രസ് എമ്മിന്റെ LDF-ൽ നിന്നുകൊണ്ടുള്ള പ്രകടനം മോശപ്പെട്ടിരിക്കുന്നു. അതേസമയം ജോസഫ് വിഭാഗത്തിന്റെ UDF-ൽ നിന്നുകൊണ്ടുള്ള പ്രകടനം മെച്ചപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അവര് കോൺഗ്രസുമായിട്ടുള്ള സഖ്യകക്ഷി എന്നുള്ള നിലയ്ക്ക് കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ ഒരു സീറ്റ് പോലും കോൺഗ്രസിന് വിട്ടുകൊടുത്ത് ആ ഒരു സൗഹൃദ ബന്ധം ഊട്ടിയുറപ്പിച്ച് ശക്തമായി നിൽക്കുകയാണ്. പക്ഷേ ഒരു കാര്യം വ്യക്തമാണ്, കേരള കോൺഗ്രസ് മാണി വിഭാഗം മധ്യ കേരളത്തിൽ ഒരു പ്രബല ശക്തിയാണ്. അക്കാര്യം UDF-ന് കൃത്യമായി അറിയാം. നിലവിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ മികച്ച പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിൽ UDF-ന് മികച്ച പ്രകടനമുണ്ട്. അവരിപ്പോൾ മനസ്സിലാക്കുന്നത് കേരള കോൺഗ്രസ് മാണി വിഭാഗം കൂടി തങ്ങൾക്കൊപ്പം ചേർന്നാൽ മധ്യ കേരളത്തിലെ 2-3 ജില്ലകൾ ഭദ്രമാണ്. അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള റിസ്ക് ഉണ്ടാവുന്നില്ല. അവർക്ക് ഭരണം UDF-ന് അധികാരത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയും. കോൺഗ്രസിനെ മാണി ഗ്രൂപ്പ് കൂടി പിന്തുണച്ചാൽ അത് സാധിക്കും എന്ന് വിചാരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് സണ്ണി ജോസഫ് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ UDF-ന്റെ മികച്ച പ്രകടനത്തിന് പിന്നാലെ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തെ ക്ഷണിച്ചുകൊണ്ട് വാതിൽ തുറന്നിട്ടത്. മേഘ, ഇനി എന്താണ് അവര് തീരുമാനമെടുക്കാൻ പോകുന്നത് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. അതേപോലെ തന്നെയാണ് ഈ ജോസഫ് വിഭാഗത്തിന്റെ ഒരു എതിർപ്പ്, അവരുടെ കാരണം ഇപ്രാവശ്യത്തെ ഈ തെരഞ്ഞെടുപ്പൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു നില മെച്ചപ്പെട്ട രീതിയിലൊക്കെ തന്നെയാണ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ഉള്ളത്. അപ്പോൾ ഇവരുടെ ഒരു എതിർപ്പിനെ മറികടന്നൊക്കെ തന്നെ UDF ഈ ഒരു ഇവരെ സ്വീകരിക്കുമോ, അല്ലെങ്കിൽ മാണി വിഭാഗത്തെ സ്വീകരിക്കുമോ എന്നുള്ളൊരു ചോദ്യം അവിടെ ഉണ്ട്. നിലവിൽ മാണി വിഭാഗം തന്നെയാണ് ശക്തം. കാരണം എണ്ണത്തിലും ഒക്കെ ആണെങ്കിലും മാണി വിഭാഗം തന്നെയാണ് ശക്തം. അത് കോൺഗ്രസിനൊപ്പം ചേരുമ്പോൾ കൂടുതൽ ശക്തമാകും. ജോസഫിന്റെ എതിർപ്പ് കാര്യമായി എടുക്കാൻ സാധ്യതയില്ല. അതേസമയം ജോസഫ് വിഭാഗത്തെ, അതായത് KM മാണി വിഭാഗം UDF-ലേക്ക് തിരികെ എത്തുകയാണെങ്കിൽ ജോസഫ് വിഭാഗത്തെ അനുനയിപ്പിച്ച് സമവായത്തിൽ എത്തിച്ച് സീറ്റുകൾ വിഭജിച്ചു കൊടുക്കുന്ന ഒരു നിലപാടിലേക്കായിരിക്കും എത്തുക. അതുകൊണ്ട് തന്നെ ആ ആത്മവിശ്വാസം കോൺഗ്രസിനുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. ആ ആത്മവിശ്വാസം, അതായത് ജോസഫ് വിഭാഗത്തെ നമുക്ക് പറഞ്ഞു മനസ്സിലാക്കാൻ കഴിയും എന്ന തോന്നൽ കൂടി നിർത്തിക്കൊണ്ട് തന്നെയാണ് മാണി വിഭാഗത്തെ തിരികെ ക്ഷണിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. പ്രബല ശക്തി ജോസഫിനേക്കാൾ മാണി വിഭാഗം തന്നെയാണ്. അത് കോൺഗ്രസിനോടൊപ്പം ചേരുമ്പോൾ നിലവിലുള്ള സാഹചര്യത്തിൽ അത് കൂടുതൽ കരുത്തുള്ള ഫലങ്ങൾ കോൺഗ്രസിന് കൊടുക്കും, UDF-ന് കൊടുക്കും എന്നുള്ള ആത്മവിശ്വാസം കോൺഗ്രസിനുണ്ട്. ഇനി അവരാണ് തീരുമാനിക്കേണ്ടത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ മധ്യ കേരളത്തിൽ മാത്രമല്ല, നിലവിൽ മറ്റൊരു കാര്യം കൂടി സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ തിരിച്ചു വരികയാണെങ്കിൽ പാലാ വിട്ടുകൊടുക്കില്ല എന്ന് മാണി സി കാപ്പൻ പറഞ്ഞിട്ടുണ്ട്. പാലാ മണ്ഡലം വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അത്തരം ചില നീക്കുപോക്കുകളും പകരം സീറ്റ് കൊടുക്കലും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഒരു ധാരണ എത്തിക്കഴിഞ്ഞാൽ അത് സാധിക്കും. അതിന് സമവായത്തിലേക്ക് എത്തിക്കാൻ കഴിയും എന്നൊരു ആത്മവിശ്വാസം കോൺഗ്രസിന് നിലവിലുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. മേഘ, ശരി. ഇപ്പോൾ മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ A സജീവൻ കൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ A സജീവൻ, ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDF-ന് ഒരു കനത്ത തിരിച്ചടി തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അത് നമ്മൾ ഗ്രാമപഞ്ചായത്ത് തലത്തിലൊക്കെ പരിശോധിക്കുമ്പോൾ അത് വ്യക്തമാണ്. അപ്പോൾ ഈ ഒരു തിരിച്ചടിക്കൊക്കെ ഇടയിലാണ് ഇപ്പോൾ UDF-ലേക്ക് തിരികെ പോകാനുള്ള ഒരു സാധ്യതകൾ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിനുണ്ട്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പുരോഗമിക്കുകയാണെന്ന് പറയുന്നുണ്ട്. ഈ ചർച്ചകൾ നടക്കുന്ന ഒരു സമയത്താണ് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് ഒരു തുറന്ന ഒരു അഭിപ്രായം നടത്തി. അതായത് UDF വിട്ടവരൊക്കെ തന്നെ തിരിച്ചു വരണം എന്നുള്ള ഒരു ആവശ്യവും അല്ലെങ്കിൽ ഒരു അഭ്യർത്ഥനയൊക്കെ അദ്ദേഹം നടത്തുകയുണ്ടായി. ഏതായാലും ഇതിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ തിരികെ കേരള കോൺഗ്രസ് മാണി വിഭാഗം UDF-ലേക്ക് പോകാനുള്ള സാധ്യതകൾ അത് എത്രത്തോളമാണ്? അങ്ങെന്താണ് ഈ ഒരു വിഷയത്തെ നിരീക്ഷിക്കുന്നത്? എങ്ങനെയാണ് നിരീക്ഷിക്കുന്നത്? കോൺഗ്രസിന് UDF-ലേക്ക് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനെയും അതേപോലെ തന്നെ RJD-യും ഒക്കെ തിരിച്ചു കൊണ്ടുവരാനുള്ള വലിയ താല്പര്യമുണ്ട്. കാരണം ഭരണം കിട്ടാൻ ഇപ്പോഴത്തെ ഈ ഒരു തദ്ദേശ സ്ഥാപനത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പിലെ വൻ വിജയം അതുകൊണ്ട് മാത്രം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭരണം കിട്ടണമെന്നില്ല. ഇപ്പോഴുണ്ടാകേണ്ട ഒരു രീതി ആവർത്തിക്കാനുള്ള സാധ്യത പോലും ഒരു പക്ഷേ ഉണ്ടാവണമെന്നില്ല. പക്ഷേ ഇവർ കൂടി വന്നു കഴിഞ്ഞാൽ നല്ല സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് മധ്യ കേരളത്തിലൊക്കെ കേരള കോൺഗ്രസിന്റെ
ഒരു പിന്തുണ അത് വളരെ ഗുണം ചെയ്യും. കോഴിക്കോട് പോലുള്ള സ്ഥലങ്ങളിൽ, കോഴിക്കോട് കണ്ണൂർ പോലുള്ള സ്ഥലങ്ങളിൽ RJDയുടെ പിന്തുണ ഗുണം ചെയ്യും എന്നുള്ളതൊക്കെ ഉള്ളതുകൊണ്ട് അവർ വരണമെന്നില്ല. പക്ഷെ ഒരു 2-3 കാര്യങ്ങളുള്ളത്, ഈ പാർട്ടികളെല്ലാം തിരിച്ചു വന്നാൽ ഈ സീറ്റ് വിഭജനം വലിയ പ്രശ്നമായിട്ട് മാറും. കേരള കോൺഗ്രസും ലീഗും നേരത്തെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്. കേരള കോൺഗ്രസ് മാണി നേരത്തെ തന്നെ മുന്നണി വിടാനുള്ള താല്പര്യങ്ങളൊക്കെ കാണിച്ചിരുന്ന പോലും ഈ ലീഗ് 2ാം കക്ഷിയായിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ്. അതിനേക്കാൾ ഞങ്ങൾക്ക് ആ പരിഗണന വേണമെന്നുള്ളതായിരുന്നു അന്നത്തെ മാണിയുടെ ആവശ്യം. അത് തന്നെയാണ് ഇപ്പോൾ തിരിച്ചു വരുമ്പോഴും ജോസ് കെ മാണിയുടെ താല്പര്യവും ഇതായിരിക്കും. ഞങ്ങൾ 2ാം കക്ഷിയായിട്ടില്ലെങ്കിലും 3ാം കക്ഷിയായിട്ടെങ്കിലും പരിഗണിക്കപ്പെടണം എന്നുള്ളതുണ്ടാവും. അത് ജോസഫ് വിഭാഗത്തിന്റെ ഒരു പ്രശ്നമുണ്ട്, അവിടെ ഒരു തടസ്സമായിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. വളരെ കേരള കോൺഗ്രസിന്റെ നല്ലൊരു ശതമാനം ആളുകൾ അപ്പുറത്തേക്ക് LDFിലേക്ക് പോയപ്പോൾ ഇപ്പുറത്ത് ഉറച്ചു നിന്ന ആളാണ് ജോസഫ്. അപ്പൊ സ്വാഭാവികമായിട്ടും തങ്ങളെക്കാൾ പരിഗണന ജോസ് കെ മാണിക്ക് കൊടുക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു പ്രശ്നമുണ്ട്. ഇങ്ങനെയുള്ള കുറെ സാങ്കേതിക പ്രശ്നങ്ങൾ ഇതിനകത്തുണ്ട്. സീറ്റ് പ്രധാനപ്പെട്ട ഘടകമാണ്. ആരെല്ലാം സീറ്റ് വിട്ടുകൊടുക്കും? കോൺഗ്രസിന് മാത്രമായിട്ട് പൂർണ്ണമായിട്ട് അവരുടെ കയ്യിലുള്ള സീറ്റുകൾ നല്ല ശതമാനം ആവശ്യപ്പെടുന്നത്ര സീറ്റുകൾ ഇവർക്ക് കേരള കോൺഗ്രസിനൊക്കെ കൊടുക്കുക എന്ന് പറയുന്നത് എളുപ്പമല്ല. അത് കോൺഗ്രസിനകത്ത് പ്രശ്നങ്ങളുണ്ടാകും. സിറ്റിംഗ് സീറ്റുകളൊക്കെ പോകുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നമുണ്ട്. പിന്നെ ഈ പാലായുടെ കാര്യത്തിൽ മാണി സി കാപ്പനെ പോലെ ഒരു പ്രത്യേക ശക്തിയുള്ള പാർട്ടിയുടെ ആളല്ലെങ്കിൽ പോലും മാണി സി കാപ്പൻ വളരെ കർക്കശമായ നിലപാടെടുക്കുമ്പോൾ പാലാ സീറ്റ് നഷ്ടപ്പെടുത്തിക്കൊണ്ട് അങ്ങോട്ടേക്ക് പോകുക എന്ന് പറയുന്നത് ജോസ് കെ മാണിക്ക് ഒരു വലിയ താല്പര്യമുള്ള കാര്യമായിരിക്കില്ല. ഇപ്പൊ സ്വന്തം തട്ടകം, സ്വന്തം പ്രദേശത്ത് പോലും പ്രസക്തരല്ലാതായിട്ട് മാറുന്നു എന്ന് പറയുന്ന ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ പരിഹരിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അത് പരിഹരിക്കുകയാണെങ്കിൽ, ഇതിനൊക്കെ നല്ല ഒരു പരിഹാരം ഉണ്ടാക്കുകയാണെങ്കിൽ തീർച്ചയായും ഇപ്പോഴത്തെ സ്ഥിതി നമുക്കറിയാം. LDFില് ഇങ്ങനെ നിന്നിട്ടും കാര്യമില്ല എന്നുള്ള ചിന്തിക്കുന്ന RJD ആണെങ്കിലും ഈ കേരള കോൺഗ്രസ് ആണെങ്കിലും ഒക്കെ അവർക്ക് വലിയ പ്രതിഷേധമുണ്ട്. കാരണം ഇപ്പൊ നിലവിലുള്ള രീതിയിലുള്ള പോക്ക് പോയാൽ കാര്യമായിട്ട് അടുത്ത നിയമസഭ കിട്ടില്ല, പല സീറ്റുകളും നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് എന്നൊക്കെ ഉള്ളതുകൊണ്ട് മറുകണ്ഠം ചാടണമെന്ന് ഇവരൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോലും അവർക്കുണ്ടാവുന്ന വലിയ പ്രശ്നം, അപ്പുറത്തേക്ക് ചാടിക്കഴിഞ്ഞാൽ വീണ്ടും ഒരു അബദ്ധമാകുമെന്നുള്ള പ്രശ്നമുണ്ട്. കാരണം സീറ്റുകൾ വിചാരിക്കുന്നത്ര സീറ്റുകൾ കിട്ടാതിരിക്കുക, വേണ്ട പരിഗണന കിട്ടാതിരിക്കുക തുടങ്ങിയിട്ടുള്ള അവസ്ഥ വന്നു കഴിഞ്ഞാൽ അതൊരു ക്ഷീണമായിട്ട് മാറും. ഈ കാര്യങ്ങൾ എങ്ങനെ പരിഹരിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഈ KPCC അധ്യക്ഷനൊക്കെ തന്നെ ഇങ്ങനെ ഒരു അഭിപ്രായം നടത്തിയ ഒരു പശ്ചാത്തലത്തിലൊക്കെ തന്നെ ഈ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം അവരുടെ ഒരു എതിർപ്പൊക്കെ, ഈ ഒരു എതിർപ്പിനെയൊക്കെ മറികടന്നൊക്കെ തന്നെ ഇവരെ തിരികെ എത്തിക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, അതാണ് പറഞ്ഞത്. ജോസഫ് വിഭാഗം എന്ന് പറയും, നമ്മള് മാണിയെ മറുപുറത്തേക്ക് മാണി കോൺഗ്രസ് അപ്പുറത്തേക്ക് പോയപ്പോൾ വളരെ ശക്തമായിട്ട് UDFന്റെ ഭാഗമായിട്ട് നിന്നയാളാണ് ജോസഫ് വിഭാഗം. അവർക്ക് എത്രമാത്രം ശക്തിയുണ്ട് എന്നുള്ളതിനേക്കാൾ കൂടുതൽ അവർ അടിയുറച്ച് നിൽക്കുന്നു എന്ന് പറയുന്നൊരിതുണ്ട്. അത് മാറ്റിക്കൊണ്ട് ഇപ്പം എങ്ങനെയാണ് RJDയോ അല്ലെങ്കിൽ കേരള കോൺഗ്രസിനൊക്കെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരിക എന്നുള്ള ചോദ്യമുണ്ട്. അപ്പൊ അത് ആ പ്രശ്നങ്ങളൊക്കെ അവരെ പിണക്കിക്കൊണ്ട് ഇവരെ കൊണ്ടുവരുമ്പോൾ ഉണ്ടാവുന്ന ഒരു നഷ്ടം അത് കുറെ അതിനേക്കാൾ കൂടുതലായിരിക്കും. കാരണം കേരള കോൺഗ്രസ് എമ്മിന് സ്വന്തം തട്ടകം പോലും നഷ്ടപ്പെട്ടാണ് അവർക്ക് പലപ്പോഴും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കാര്യമായ നേട്ടമുണ്ടാക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കെ ജോസ് കെ മാണിക്ക് ജനപിന്തുണ അത്രയുണ്ടോ എന്നുള്ളൊരു സംശയം സ്വാഭാവികമായിട്ടും നിലനിൽക്കുന്നുണ്ട്. പാലയിൽ അവർ എത്ര ശ്രമിച്ചിട്ടും അവർക്ക് കാര്യമായ നേട്ടമൊന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല, പരാജയം സംഭവിച്ചതാണ്. അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥയിൽ എങ്ങനെയാണ് ഈ ജോസഫ് വിഭാഗത്തെ പിണക്കിക്കൊണ്ട് ഇത് പരിഗണിക്കാൻ പറ്റുക എന്നുള്ള ചോദ്യമുണ്ട്. അതല്ലെങ്കിൽ കോൺഗ്രസ് സ്വന്തം സീറ്റുകൾ കുറെ കൊടുത്തുകൊണ്ട് അങ്ങനെയൊക്കെ ത്യാഗം ചെയ്യേണ്ടി വരും. അതിന് കോൺഗ്രസ്സുകാർ, ഒരുപക്ഷെ കോൺഗ്രസ് നേതാക്കന്മാർക്കൊക്കെ താല്പര്യം ഉണ്ടായേക്കാം. പക്ഷെ കോൺഗ്രസിലെ മറ്റുള്ള ആളുകൾ, ഈ സ്ഥാനമൊഴിയാറായിട്ടുള്ള ആളുകൾ, അവരല്ലെങ്കിൽ നിലവിൽ ഈ സ്ഥാനം വഹിച്ചുകൊണ്ടിരിക്കുന്നവര്, അവർക്ക് അത് ഇത്ര താല്പര്യം ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ്. വളരെ നന്ദിയുണ്ട് ഈ അവസരത്തിൽ ഏതായാലും പ്രതികരിച്ചതിന്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDFിനേറ്റ കനത്ത തിരിച്ചടി, അതിന് പിന്നാലെ ചില ചർച്ചകളൊക്കെ നടക്കുകയാണ് ഇപ്പോൾ.
ശ്രീ ജോർജ് പൊടിപ്പാറയോട് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ജോർജ് പൊടിപ്പാറ, ഈ കേരള കോൺഗ്രസ് UDF-ലേക്ക് തിരികെ പോയേക്കുമെന്ന തരത്തിലൊക്കെ ചർച്ചകൾ പുരോഗമിക്കുകയാണ്. പ്രധാനമായിട്ടും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഗ്രാമപഞ്ചായത്ത് തലത്തിൽ വരെ LDF-നേറ്റ കനത്ത തിരിച്ചടി അതൊക്കെയാണ് കാരണമെന്ന് പറയുമ്പോഴും നമുക്കറിയാം KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് ഒരു തുറന്ന ഒരു സ്വീകരണം നടത്തിയിട്ടുണ്ട്. സ്വീകരണമല്ല, ഒരു ക്ഷണം നടത്തിയിട്ടുണ്ട്. കാരണം UDF വിട്ട് പോയവരൊക്കെ തന്നെ തിരിച്ചു വരണമെന്നുള്ളൊരു എങ്ങും എത്താത്ത രീതിയിലുള്ള ഒരു സ്വാഗതം ചെയ്യുന്ന ഒരു അഭ്യർത്ഥനയൊക്കെ നടത്തുന്നുണ്ട്. അതേസമയം തന്നെയാണ് ഈ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ ഒരു എതിർപ്പും അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ നിലനിൽക്കെ എങ്ങനെയായിരിക്കും കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിനെ തിരികെ UDF-ലേക്ക് എത്താൻ സാധിക്കുക? കേരള കോൺഗ്രസ് ജോസ് കെ മാണിയുടെ നേതൃത്വത്തിലുള്ള പാർട്ടി തീർച്ചയായിട്ടും ഒരു UDF-ന്റെ ഒരു അവിഭാജ്യ ഘടകമായിരുന്നു. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ കോട്ടയം ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റ്ഷിപ്പിനെ ചൊല്ലിയുള്ള തർക്കത്തിന്റെ പേരിൽ UDF-നുണ്ടായ അഭിപ്രായ ഭിന്നതയും അതുപോലെ തന്നെ മറ്റു ചില കാരണങ്ങൾ UDF കൺവീനറുടെ ഭാഗത്തുനിന്ന് പ്രസ്താവനയിൽ വന്ന ഒരു ഇതും UDF-ൽ നിന്ന് പുറത്താക്കി എന്നുള്ള രീതിയിലുള്ള പ്രസ്താവനയൊക്കെ വന്ന് ആ രീതിയിലാണ് കേരള കോൺഗ്രസ് അവർ ഒരിക്കലും പോകാൻ പറ്റില്ല എന്ന് കരുതിയിരുന്ന ഒരു സ്ഥാനത്ത് LDF-നെ ഭാഗമാക്കാൻ പറ്റില്ല എന്നൊരു വിശ്വാസം തകർത്തുകൊണ്ട് കേരള കോൺഗ്രസ് LDF പാളയത്തിലേക്ക് എത്തുന്നു. ബാർക്കോഴ പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന ഘട്ടത്തിൽ എങ്ങനെ LDF-നെ അവരെ സ്വീകരിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഇന്നും രാഷ്ട്രീയത്തിലെ നൈതികതയെ കുറിച്ച് ചിന്തിക്കുന്ന ആളുകൾക്ക് ഇന്നും ഉൾക്കൊള്ളാനാവാത്തൊരു യാഥാർത്ഥ്യമാണ്. പക്ഷെ നമ്മൾ കണ്ടൊരു യാഥാർത്ഥ്യം കേരള കോൺഗ്രസും LDF-ന്റെ ഭാഗമായി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് കഴിഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന്റെ സമയത്താണ് കേരള കോൺഗ്രസ് മുന്നണിയിലെത്തിയത്. ഇപ്പൊ 5 വർഷം കഴിഞ്ഞിരിക്കുന്നു. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്നാമത്തെ ഘടകകക്ഷിയായിട്ട് കേരള കോൺഗ്രസ് വരുന്നതും ചോദിക്കുന്നതെല്ലാം മുന്നണി കൊടുക്കുന്നതായിട്ടുള്ള കാഴ്ചയാണ് നമ്മൾ കണ്ടത്. പക്ഷേ എപ്പോഴെങ്കിലുമൊക്കെ കേരള കോൺഗ്രസ് എമ്മിന്റെ അണികളുടെ മനസ്സ് എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും ഒരു ലെഫ്റ്റ് ലൈനിലുള്ളതല്ല. അവര് ആ രീതിയിലുള്ള ഒരു ഇടതുപക്ഷ മനസ്സ് അല്ലെങ്കിൽ ഒരു CPM-നെയോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തെയോ പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാനാകുന്ന അണികളല്ല ആ പാർട്ടിയുടേത് എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും പല സ്ഥലത്തും പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിൽ അടക്കം നമ്മൾ കണ്ടൊരു കാഴ്ചയാണ് കേരള കോൺഗ്രസ് എമ്മിന്റെ അണികൾ പോലും ആ തെരഞ്ഞെടുപ്പിൽ ചാണ്ടി ഉമ്മന് വോട്ട് ചെയ്യുന്ന കാഴ്ചയൊക്കെ എല്ലാവരും കണ്ടതാണ്, മനസ്സിലാക്കിയതുമാണ്. അപ്പൊ ഇപ്പൊ വീണ്ടും ഒരിക്കൽ കൂടി ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ജോസ് കെ മാണി പാർട്ടിക്ക് ഏറ്റവും സ്വാധീനമുള്ള 3 ജില്ലകളാണ്. ഒന്ന് കോട്ടയം, മറ്റൊന്ന് ഇടുക്കി, മൂന്നാമത്തത് പത്തനംതിട്ട. ഈ 3 ജില്ലകളിലും ഒരുപക്ഷെ കോട്ടയത്ത് CPM-നേക്കാൾ കൂടുതൽ വാർഡുകളിൽ മത്സരിച്ചത് ജില്ലാ പഞ്ചായത്തിലായാലും അതുപോലെ പാലാ നഗരസഭയിലായാലും ഒക്കെ മൊത്തം സീറ്റുകളുടെ എണ്ണത്തിൽ കൂടുതൽ സീറ്റുകൾ ജോസ് കെ മാണിയുടെ പാർട്ടിക്ക് കൊടുത്ത അത്രയും മഹാത്മകത CPM കാണിച്ചു. അത് ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് മധ്യ തിരുവിതാംകൂർ കോട്ടയം അടങ്ങുന്ന ആ ഒരു ബെൽറ്റിൽ കേരള കോൺഗ്രസ് എമ്മിന്റെ ഒരു സഹകരണം ഇല്ലെങ്കിൽ ഒരു തിരിച്ചടി ഉണ്ടാവും, നേട്ടം ഉണ്ടാക്കാൻ കഴിയില്ല എന്നൊരു തിരിച്ചറിവും അതുപോലെ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ 2020 തെരഞ്ഞെടുപ്പിൽ ആ പാർട്ടി കൂടെ ചേർത്ത് നേടിയ നേട്ടങ്ങളും വെച്ചുകൊണ്ടാണ് ആ രീതിയിൽ CPM ചിന്തിച്ചതും പ്രവർത്തിച്ചതും ഒക്കെ. പക്ഷെ നിർഭാഗ്യവശാൽ CPM-ന്റെ കണക്കോ അല്ലെങ്കിൽ ജോസ് കെ മാണിയുടെ പാർട്ടിയുടെ കണക്കോ അല്ല ഇക്കുറി ശരിയായത്. ഇക്കുറി പത്തനംതിട്ടയിലും അതുപോലെ തന്നെ ഇടുക്കിയിലും കോട്ടയത്തും ഇടതുമുന്നണി സ്വപ്നത്തിൽ പോലും കാണാത്ത ജോസ് കെ മാണിയുടെ മനസ്സിൽ ഒരിക്കൽ പോലും ഉണ്ടാകാത്ത രീതിയിലുള്ള കനത്ത തിരിച്ചടി. എന്തിന് പാലാ നഗരസഭയിൽ പോലും ജോസ് കെ മാണിക്ക് വലിയ തിരിച്ചടി ഉണ്ടായി, നഗരഭരണം നഷ്ടപ്പെടും എന്നുള്ളൊരവസ്ഥയാണ്. അപ്പൊ ആ രീതിയിലേക്ക് ഒരു വലിയ തിരിച്ചടി വന്നു. പത്തനംതിട്ടയിൽ അതിലേറെ വലിയ തിരിച്ചടി ഉണ്ടായി. ഇടുക്കി മൊത്തത്തിൽ കോൺഗ്രസ് തൂത്തുവാരുന്ന ഒരു കാഴ്ച കണ്ടു. അപ്പൊ സ്വാഭാവികമായിട്ടും അതിനു മുമ്പൊരിക്കൽ അതായത് കേരള കോൺഗ്രസ് എമ്മിനെ എന്നും UDF മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ട്, മാടി വിളിക്കുന്നുമുണ്ട്. പക്ഷെ ആ സമയത്ത് ഒരു സ്വാഗതം പറഞ്ഞു അല്ലെങ്കിൽ അവരെ സ്വാഗതം ചെയ്ത് ഇത്തിരി തിടുക്കത്തിലായി പോയി UDF കൺവീനർ അടൂർ പ്രകാശിന്റെ ഒരു ക്ഷണം എന്ന് അന്നേ വിമർശനം ഉയർന്നിരുന്നു. പക്ഷെ ഇപ്പോ കുറച്ചുകൂടി ഈ സണ്ണി ജോസഫിന്റെ ഇന്നത്തെ പ്രസ്താവനയ്ക്ക് കുറച്ചുകൂടി പ്രസക്തിയുണ്ട്. കാരണം UDF ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഇതാണ് അവസ്ഥയെങ്കിൽ UDF-നാണ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ സാധ്യതകളെന്ന് ഈ തെരഞ്ഞെടുപ്പ് അസന്നിഗ്ധമായിട്ട് തെളിയിച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ച് കേരള കോൺഗ്രസ് എമ്മിന് മേധാവിത്വമുള്ള വേരോട്ടമുള്ള ഈ 3 ജില്ലകളിലും കേരള കോൺഗ്രസ് എമ്മിന്റെ അടിത്തറ തകരുന്ന രീതിയിലുള്ള ഒരു വോട്ടിംഗ് ആണ് നടത്തിയത്. കേരള കോൺഗ്രസിന് ഒപ്പം നിൽക്കുന്ന സമുദായം, പ്രത്യേകിച്ച് കത്തോലിക്ക സമുദായം പൂർണ്ണമായിട്ടും LDF-ന് വിരുദ്ധമായിട്ടുള്ള നിലപാട് എടുത്തു എന്നാണ് തെരഞ്ഞെടുപ്പ് ഫലം തെളിയിക്കുന്നത്. അങ്ങനെയെങ്കിൽ കേരള കോൺഗ്രസും കേരള കോൺഗ്രസിന്റെ നേതാക്കളും അതിന്റെ അണികളും
യഥാർത്ഥത്തിൽ അവർക്ക് മനസ്സുകൊണ്ടും അതുപോലെ തന്നെ പ്രത്യയശാസ്ത്രപരമായിട്ടും മറ്റു രീതിയിലും എല്ലാം സാമൂഹ്യമായിട്ടും ഒക്കെ ഉൾക്കൊള്ളാവുന്ന അവർക്കുള്ള സ്വാഭാവികമായ അവർക്ക് ചേർന്ന് നിൽക്കാവുന്ന മുന്നണി ഏതെന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് UDF എന്നാണ് ഉത്തരം. ഓരോരുത്തർക്കും ചേരാവുന്നതും ചേരുന്നുണ്ടെങ്കിൽ പോലും പൂർണ്ണമായിട്ട് ഇഴുകിച്ചേരാത്തതുമായ ചില മുന്നണികളുണ്ട്. കേരള കോൺഗ്രസിന്റെ കാര്യത്തിൽ അതാണ് വസ്തുത. അവർക്ക് പേരുകൊണ്ട് ഇടതുമുന്നണിയിലാണെങ്കിലും അവർക്ക് പൂർണ്ണമായിട്ട് ഇടതുമുന്നണിയുടെ പ്രത്യയശാസ്ത്രമോ അവരുടെ ദർശനം ഒന്നും ഉൾക്കൊള്ളാൻ പറ്റില്ല, ആ കാഴ്ചപ്പാട് ഉൾക്കൊള്ളാൻ പറ്റില്ല എന്നുള്ള ഒരു വസ്തുതയാണ്. അപ്പൊ ആ സാഹചര്യത്തിൽ ഇന്ന് സണ്ണി ജോസഫ് പറയുന്നു UDF വിട്ടുപോയ കക്ഷികളെല്ലാം UDFിലേക്ക് മടങ്ങി വരണം എന്ന് സണ്ണി ജോസഫ് പറയുന്നതിന്റെ പ്രധാന അർത്ഥം, അതിലേറ്റവും പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് കേരള കോൺഗ്രസ് എമ്മിനെയാണെന്നുള്ളത് വളരെ വ്യക്തമാണ്. ഒരുപക്ഷെ വേറെ 2 പാർട്ടികൾ കൂടി അങ്ങനെ പോയതുണ്ട്. ബാലകൃഷ്ണപിള്ളയുടെ പാർട്ടി ഇപ്പൊ LDFിലാണ്, അവരും ഒരു കാലത്ത് UDFിന്റെ ഭാഗമായിരുന്നു പിള്ള ഉണ്ടായിരുന്ന സമയത്ത്. അതുപോലെ തന്നെ ഇടക്കാലത്ത് LDF വിട്ട് വീരേന്ദ്രകുമാറിന്റെ പാർട്ടി, അതായത് ഈ പറഞ്ഞ JDU അല്ല, ശ്രേയസ് കുമാറിന്റെ രാഷ്ട്രീയ നേതാവ്. അപ്പൊ ഈ 3 പാർട്ടികളും UDFിന്റെ ഭാഗമായിരുന്നവരാണ്. അവരെ 3 പേർക്കും ബാധകമാണ് ഈ ക്ഷണം എന്ന് നമുക്ക് ഒറ്റനോട്ടത്തിൽ തോന്നാമെങ്കിലും യഥാർത്ഥത്തിൽ സണ്ണി ജോസഫിന്റെ മനസ്സിലുള്ളത് കേരള കോൺഗ്രസ് എം ആണ് എന്നുള്ളത് വ്യക്തമാണ്. പക്ഷെ ഇവിടെ താങ്കൾ ചൂണ്ടിക്കാണിച്ച പോലെ ചില പ്രശ്നങ്ങളുണ്ട്. ഓൾ ഓഫ് എ സഡൻ ആയിട്ട് ഒരു തെരഞ്ഞെടുപ്പ് പരാജയം ഉണ്ടായ ഉടൻ തന്നെ ഇത്രയേറെ പരിഗണന കൊടുത്ത, ഇത്രയധികം സീറ്റുകൾ വിട്ടു നൽകിയ, ഇത്രയേറെ പരിലാളന കിട്ടിയ ഒരു പാർട്ടി വളരെ പെട്ടെന്ന് കേരള കോൺഗ്രസ് പാർട്ടി ഇടതുമുന്നണി വിട്ടു വരിക എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരു രാഷ്ട്രീയ നന്ദികേടിന്റെ ഒരു അംശമുണ്ട്. അതുകൊണ്ട് കുറച്ചുകൂടി സമയമെടുത്ത് സാവകാശം എടുത്ത് അണികളും അതുപോലെ തന്നെ കേരള കോൺഗ്രസ് എമ്മിനോട് ചേർന്ന് നിൽക്കുന്ന നേതാക്കളും അവർക്ക് എല്ലാ കാലത്തും അവർക്ക് ശക്തിയായിട്ടും അവരുടെ മാർഗദർശികളായിട്ട് നിൽക്കുന്ന കത്തോലിക്ക സഭയും ബിഷപ്പുമാരും ഒക്കെ ചേർന്നുള്ള വളരെ ഒരു വലിയ ചർച്ചകൾക്ക് ശേഷം മാത്രമേ കേരള കോൺഗ്രസിന് എമ്മിന് ഒരു മുന്നണി മാറ്റത്തെ കുറിച്ച് ആലോചിക്കാൻ പറ്റൂ. അതിന് അവർക്ക് അതിൻ്റെതായ സാവകാശം വേണം. അവരെ തടുക്കുന്ന, അവരെ ഈ തീരുമാനത്തിൽ നിന്ന് ഒരു പരിധി വരെ അവർക്കൊരു ഒരു തടയിടുന്ന, അവരെ പിന്തിരിപ്പിക്കുന്ന ഒരു പ്രധാന ഘടകം UDFിലെ ഘടകകക്ഷിയായ കേരള കോൺഗ്രസ് ജോസഫാണ്. ഈ ജോസഫ് ഗ്രൂപ്പ് ഈ മുന്നണിയിൽ ഉള്ളിടത്തോളം കാലം കേരള കോൺഗ്രസ് എം ഈ മുന്നണിയിലേക്ക് വന്നാൽ അവർക്ക് അത്ര സുഖകരമായിരിക്കില്ല. വീണ്ടും പഴയ പോലെ തർക്കങ്ങളും കുതർക്കങ്ങളും അതുപോലെ തന്നെ സീറ്റിനെ ചൊല്ലിയുള്ള തർക്കങ്ങൾ, അധികാര പദവികളെ കുറിച്ചുള്ള തർക്കങ്ങൾ. UDFിന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ കേരള കോൺഗ്രസ് എമ്മിന് ഈ പറഞ്ഞ LDF കൊടുക്കുന്ന ഒരു പരിഗണന കിട്ടുമോ എന്നുള്ള കാര്യത്തിൽ, അത്രയും സീറ്റുകൾ അനുവദിക്കാൻ കഴിയുമോ എന്നുള്ള കാര്യത്തിലൊക്കെ വലിയ സംശയങ്ങളുണ്ട്. ഒരുപക്ഷെ അതൊക്കെ സീറ്റ് വിഭജന ചർച്ചകളിലൂടെ പരിഹരിച്ചേക്കാം. എങ്കിൽ പോലും അതും ഒരു പ്രശ്നമാണ്. ജോസഫ് കുറച്ചുകൂടി ഉദാരമായൊരു സമീപനം സ്വീകരിക്കുകയും കേരള കോൺഗ്രസ് എമ്മിനെ കൂടി ഉൾക്കൊള്ളുന്ന ഒരു മാനസിക അവസ്ഥയിലേക്ക് വളരുകയും ചെയ്താൽ മാത്രമേ ഈ മുന്നണിയിലേക്കുള്ള കേരള കോൺഗ്രസ് എമ്മിന്റെ പ്രവേശനം സുഗമമാവും. അല്ലെങ്കിൽ മോരും മുതിരയും പോലെ അതിങ്ങനെ കിടക്കും. അവിടെ വീണ്ടും വീണ്ടും തർക്കങ്ങളുണ്ടാവും, വീണ്ടും വീണ്ടും പ്രശ്നങ്ങളുണ്ടാവും. പണ്ടത്തെ പോലെ തല്ലും വഴക്കും. അവസാനം കോട്ടയത്തും ഇടുക്കിയിലും അതുപോലെ പത്തനംതിട്ടയിലും ഈ 2 പാർട്ടികൾ കേരള കോൺഗ്രസ് എമ്മും കേരള കോൺഗ്രസ് ജോസഫും കൂടി അടിപിടി ഉണ്ടാക്കി ഒരുപക്ഷെ വെളുക്കാൻ തയ്ച്ചത് പാണ്ടായി പോകുന്ന അവസ്ഥയിലേക്ക് പോലും കാര്യങ്ങൾ എത്തിക്കൂടായില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നത് വളരെ പെട്ടെന്ന് കേരള കോൺഗ്രസ് എം ഒരു തീരുമാനം എടുത്ത് ഇന്നല്ലെങ്കിൽ നാളെ UDFിലേക്ക് വരുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരു ഇത്തിരി അതിമോഹമാണ്. മറിച്ച് അവർക്ക് കുറച്ചുകൂടി ആലോചിക്കാനുള്ള സമയം വേണം. അവർക്ക് യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊള്ളാനുള്ള ഒരു അവസ്ഥയിലേക്ക്, മാനസികാവസ്ഥയിലേക്ക് നേതാക്കൾ എത്തണം. ഒപ്പം അണികളും എത്തിച്ചേരണം. അതുപോലെ തന്നെ കത്തോലിക്ക സഭ കൂടി ആ രീതിയിലേക്ക് ഏതെങ്കിലും രീതിയിലുള്ള ഒരു മുൻകൈ എടുക്കേണ്ടി വരും. ഇങ്ങനെ എല്ലാ ഘടകങ്ങളും വർക്കൗട്ട് ആയാൽ മാത്രമേ കേരള കോൺഗ്രസ് എം UDFിലേക്ക് എത്തും. കേരള കോൺഗ്രസ് എം UDFിലേക്ക് എത്തേണ്ടത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFിന്റെ സാധ്യതകളെ സംബന്ധിച്ചിടത്തോളം. അങ്ങനെയെങ്കിൽ കോട്ടയത്തും ഇടുക്കിയിലും പത്തനംതിട്ടയിലും ഇപ്പോഴത്തെ അവസ്ഥയിൽ UDFിന് തിരിഞ്ഞു നോക്കേണ്ടി വരില്ല. ഒരളവ് വരെ എറണാകുളത്തിന്റെ പല മണ്ഡലങ്ങളിലും കേരള കോൺഗ്രസ് എമ്മിന്റെ വരവ് UDFിലേക്കുള്ള വരവ് ഗുണം ചെയ്യും എന്നുള്ളതും വസ്തുതയാണ്. ശരി, വളരെ നന്ദിയുണ്ട് ശ്രീ ജോർജ് പൊടിപ്പാറ ഈ അവസരത്തിൽ പ്രതികരിച്ചതിന്. അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDFിനേറ്റ ഈ കനത്ത തിരിച്ചടിക്ക് പിന്നാലെയാണ് ഇപ്പോൾ കേരള കോൺഗ്രസ് എം UDFിലേക്ക് തിരിച്ചു പോയേക്കുമെന്ന തരത്തിലുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നത്. ഏതായാലും പെട്ടെന്ന് തന്നെ ഒരു തീരുമാനം ഉണ്ടാകേണ്ടത് വളരെ അത്യാവശ്യം തന്നെയാണ്. പ്രത്യേകിച്ച് ഇത്രയും സാധ്യതകൾ അല്ലെങ്കിൽ ഇത്രത്തോളം അവരെ കൂടെ നിർത്തിയ LDFിനോടൊക്കെ തന്നെയും ചെയ്യേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ അതിനൊരു മര്യാദയുണ്ട്, അതൊക്കെ കൃത്യമായിട്ട് തന്നെ പാലിക്കേണ്ടത് വളരെ അത്യാവശ്യം തന്നെയാണ്. ഏതായാലും UDF വിട്ടവർ തിരിച്ചു വരണം എന്നാണ് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് അടക്കമുള്ളവർ ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത്. പക്ഷേ അതേസമയം ഈ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൻ്റെ എതിർപ്പൊക്കെ തന്നെയും പരിഗണിക്കേണ്ടതും വളരെ അത്യാവശ്യം തന്നെയാണ്.
തെരഞ്ഞെടുപ്പ് ഫലം UDFന്റെ വിജയപ്രതീക്ഷകൾക്കപ്പുറമെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് സാദിഖ് അലി തങ്ങൾ. ഭരണവിരുദ്ധ വികാരം മാത്രമല്ല, പൊളിറ്റിക്കൽ വോട്ടുകളും ലഭിച്ചിട്ടുണ്ട്. കൂടാതെ പുതിയ തലമുറയും സ്ത്രീകളും UDFനാണ് വോട്ട് ചെയ്തത്. അസംബ്ലി തെരഞ്ഞെടുപ്പിലേക്കുള്ള ചൂണ്ടുപലകയാണ് ഈ തെരഞ്ഞെടുപ്പ് വിജയമെന്നും അദ്ദേഹം പറഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം വളരെ വ്യക്തമാണ്. UDFന് നല്ല മേൽക്കൈ ലഭിച്ചിട്ടുണ്ട്. ഒപ്പം മുസ്ലിം ലീഗും അതിൻ്റെ പ്രകടനം വളരെയേറെ മെച്ചപ്പെടുത്തി കൂടുതൽ സീറ്റുകളിലേക്ക് ഞങ്ങൾക്ക് ജയിക്കാൻ കഴിഞ്ഞു. അപ്പോൾ കേരളത്തിൻ്റെ ഭാവി വിലയിരുത്തിക്കൊണ്ട് തന്നെയാണ് കേരളത്തിലെ ജനങ്ങൾ വിധി എഴുതിയിട്ടുള്ളത്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഭരണത്തോടുള്ള എതിർപ്പും കേരളത്തിലെ ഒരു നല്ല ഭരണം തിരിച്ചു വരണം എന്നുള്ള അങ്ങേയറ്റത്തെ ആഗ്രഹവും അതാണ് ജനങ്ങൾ ഇവിടെ പ്രകടിപ്പിച്ചത്. നമ്മുടെയൊക്കെ പ്രതീക്ഷകൾക്ക് അപ്പുറത്താണ് ഈ തെരഞ്ഞെടുപ്പിൽ വിജയം ഉണ്ടായിട്ടുള്ളത്. അത് നിങ്ങൾ മീഡിയ എല്ലാം അത് വിലയിരുത്തി കഴിഞ്ഞു. അതിൽ സന്തോഷമുണ്ട്. ഇന്ന് തന്നെ അതിൻ്റെ കണക്കുകളൊക്കെ വന്നു. കേരളത്തിലെ ഭൂരിഭാഗം നിയമസഭാ മണ്ഡലങ്ങളിലും UDFന് മേൽക്കൈ വന്നിട്ടുണ്ട്. ഏതാണ്ട് 80ഓളം സീറ്റുകളിൽ ഞങ്ങൾ മുന്നിട്ട് നിൽക്കുകയാണ്. ഇത് നല്ലൊരു പ്രതീക്ഷയാണ്. വരാനിരിക്കുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിലേക്കുള്ള ഒരു നല്ല ചൂണ്ടുപലകയാണ്. ഞങ്ങൾ നേരത്തെ തന്നെ പറയുന്നത് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് എന്നുള്ളത് അസംബ്ലി തെരഞ്ഞെടുപ്പിലേക്കുള്ള ഒരു മുന്നൊരുക്കം, ഒരു സെമിഫൈനലാണെന്നാണ് പറഞ്ഞത്. അത് ഇപ്പോൾ വ്യക്തമായിരിക്കുന്നു. ഇനി ഫൈനലിലേക്കുള്ള യാത്രയിലാണ് ഞങ്ങൾ എല്ലാവരും ഉള്ളത്. UDFൻ്റെ അടിത്തറ ഭദ്രമാക്കുക എന്നുള്ളത് കൂടി ഈ അവസരത്തിൽ UDFിലെ ഘടകകക്ഷികളും കോൺഗ്രസ് അടക്കമുള്ള കീഴോക്ക് അടക്കമുള്ള കക്ഷികളൊക്കെ അത് ആഗ്രഹിക്കുന്നുണ്ട്. തെക്കൻ കേരളത്തിലും വടക്കൻ കേരളത്തിലും മലബാറിലും ഒരേപോലെ ജനങ്ങൾ UDFിനോടൊപ്പം നിന്നിട്ടുണ്ട്. കാർഡ് മാറി കളിക്കുകയാണ് LDF. ആ കാർഡ് കളി അവസാനിപ്പിക്കുന്നതാവും നല്ലതെന്ന് മുസ്ലിം ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടി. LDF ഭരണം മോശമായതിനാലാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP ജയിച്ചത്. പക്ഷേ BJPക്ക് കേരളത്തിൽ വലിയ മുന്നേറ്റമില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഇപ്പം തന്നെ വളരെയധികം സീറ്റുകളിൽ UDF മുമ്പിലാണ്. കൂടുതൽ UDFൻ്റെ അടിത്തറ ഭദ്രമാക്കാൻ ആശയപരമായി യോജിക്കുന്നവർ UDFുമായിട്ട് യോജിക്കണം. അങ്ങനെ UDFനെ സംബന്ധിച്ചിടത്തോളം അടുത്ത അസംബ്ലി ഇലക്ഷൻ ഒരു 0 റിസ്ക് ആയി മാറും. ഇപ്പം തന്നെ ഭദ്രമാണ്, കൂടുതൽ ഭദ്രമാവും. അതിനുവേണ്ടി ആശയപരമായി യോജിക്കുന്നവർ വരണം എന്നാണ് തങ്ങൾ പറഞ്ഞതിൻ്റെ ചുരുക്കം. നമ്മൾ ഒരുപാട് ചോദ്യങ്ങൾ ഒപ്പം ചോദിച്ചിട്ട് അതിൻ്റെ ഫോക്കസ് മാറണ്ടെന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ മുഖ്യമന്ത്രി ഈ വെൽഫെയർ പാർട്ടി വെച്ച് ഒരു ന്യൂനപക്ഷ വിരുദ്ധമായിരുന്നു അവരുടെ ഒരു അജണ്ട തന്നെ സെറ്റ് ചെയ്തത്. അപ്പോൾ അതിനുവേണ്ടി തിരിച്ചടി കൂടെയല്ലേ ഈ തെരഞ്ഞെടുപ്പ്? അതെ, അത് അവർ ആലോചിക്കേണ്ട വിഷയമാണ്. കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ മുമ്പ് ന്യൂനപക്ഷ കാർഡ്, അതുപോലെ തന്നെ ഇപ്പോൾ പോയ ഇലക്ഷനിൽ ഭൂരിപക്ഷ കാർഡ്, ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കാർഡ് മാറി മാറി കളിക്കുന്നത് കളി ലൂസ് ചെയ്യുള്ളൂ എന്നുള്ളത് ഇനി അവരാണ് ചിന്തിക്കേണ്ടത്. കാർഡ് മാറി മാറി കളിക്കാൻ ഓർമ്മ ഉണ്ടല്ലോ, അടുത്ത് തന്നെ ന്യൂനപക്ഷ കാർഡായിരുന്നു പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ, അതും ലൂസ് ചെയ്തു. ഇപ്പോൾ ഭൂരിപക്ഷ കാർഡായിരുന്നു, അതും ലൂസ് ചെയ്തു. ഇങ്ങനത്തെ എക്സ്ട്രീം സ്റ്റെപ്സ് ഒന്നും കേരളം അംഗീകരിക്കില്ല. കേരളത്തിൽ ആ കാർഡ് കളി അവസാനിപ്പിക്കുന്നതാണ് നല്ലത്. ഞങ്ങൾ എന്നും ഒരേ സ്റ്റാൻഡ് എടുക്കുന്നവർ. ഞങ്ങളത്ര തങ്ങൾ ആവർത്തിച്ച് പറഞ്ഞല്ലോ, ഞങ്ങൾ മതേതര സ്റ്റാൻഡ് എടുത്തേ മുമ്പ്. ഞങ്ങൾ ഈ കാർഡ് കളിയിൽ ഞങ്ങളില്ല. BJPക്ക് ആ പറയുന്ന മുന്നേറ്റം കേരളത്തിൽ ഇല്ലല്ലോ. ഇപ്പോൾ തൃശ്ശൂർ ലോക്സഭാ സീറ്റ് ജയിച്ചു. ഇവിടെ തങ്ങൾ പറഞ്ഞ അസംബ്ലി സീറ്റിൻ്റെ ഒരു കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ തൃശ്ശൂർ ജില്ലയിൽ ഒരൊറ്റ അസംബ്ലി സീറ്റ് അവർ ലീഡ് ചെയ്യുന്നില്ല. BJPക്ക് ആ പറയുന്ന മുന്നേറ്റം ഇല്ല. തിരുവനന്തപുരം കോർപ്പറേഷനിലെ LDFൻ്റെ വേസ്റ്റ് ഭരണം, അതിനുള്ളൊരു പ്രതികരണം ഉണ്ടായി. അവിടെ BJP അടിത്തറയുള്ള ഒരു സ്ഥിതി ഉള്ളതുകൊണ്ട് അവർ മുൻതൂക്കം പോയി. കോഴിക്കോട് അങ്ങനെ തന്നെയല്ലേ, കോഴിക്കോട് വേസ്റ്റ് ഭരണത്തിനെതിരായി കഷ്ടിച്ച് രക്ഷപ്പെട്ടതല്ലേ. ഇവിടെ LDFനാണ് ശരിക്കും ഭൂരിപക്ഷം. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി.